കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാത്ത പോലെ തിരകൾ തീരത്ത് തലതല്ലിക്കൊണ്ടലറി. നമസ്കാരം. മലയാള നോവൽ സാഹിത്യത്തിലെ വേറിട്ടു നിൽക്കുന്ന കൃതിയാണ് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം. പഞ്ചപാണ്ഡവന്മാരിലെ രണ്ടാമനായ ഭീമസേനനെ കുറിച്ചാണ് എം.ടി. ഈ കൃതിയിൽ വരച്ചിട്ടിരിക്കുന്നത്. ഭീമന്റെ വീക്ഷണകോണിൽ നിന്ന് ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിന്റെ പുനരാഖ്യാനമാണ് ഈ നോവൽ. ദൈവിക ഘടകങ്ങളെ ഒഴിവാക്കി കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും യാഥാർത്ഥ്യബോധത്തോടെ പുനർനിർമ്മിക്കുന്നതിലൂടെ പരമ്പരാഗത കഥയിൽ നിന്ന് കഥ വ്യതിചലിക്കുന്നു. ഒരു വിനാഴിക മാത്രം ഹസ്തനപുരം ഭരിച്ച സ്ഥാനത്യാഗം ചെയ്ത രാജാവ് പിന്നീട് ഇരുട്ടിലും ചിരിച്ചു. മഹാബലർ കരയാൻ പാടില്ലല്ലോ. എം.ടിയുടെ രണ്ടാമൂഴം അന്നേവരെ ഉപേക്ഷിക്കപ്പെട്ടവനും ഒഴിവാക്കപ്പെട്ടവനുമായ ഭീമന്റെ കഥയാണ്. കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമന് ജയിച്ചേ മതിയാകൂ. മഹാബലവാനെങ്കിലും മന്ദരെന്നു പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവൻ. രണ്ടാമൂഴത്തിലെ യഥാർത്ഥ നായകൻ ഭീമനായിരുന്നു. വനവാസകാലത്ത് പാണ്ഡവരെ സംരക്ഷിച്ച ഭീമൻ. യുധിഷ്ഠിരൻ വെച്ചുനീട്ടിയ രാജസിംഹാസനം വേണ്ടെന്നു വെച്ച ഭീമൻ. ദ്രൗപദിയുടെ മാനം സംരക്ഷിക്കാൻ കീചകനുമായി ഏറ്റുമുട്ടിയത് അർജുനനോ യുധിഷ്ഠിരനോ ആയിരുന്നില്ല, ഭീമനായിരുന്നു. ഒടുവിൽ കാവൽക്കാരോടെല്ലാം പടവെട്ടി ദ്രൗപദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്യാണ സൗഗന്ധിക പൂക്കൾ പറിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടുന്ന രംഗം എം.ടി. വിവരിക്കുന്നുണ്ട്. ഞാനൊരു പിടി പൂക്കൾ പറിച്ചെടുത്തു. എന്നിട്ട് നകുലന്റെ പരിഹാസഭാവം അവഗണിച്ച് അത് ദ്രൗപദിക്ക് നേരെ നീട്ടി. അവൾ പൊയ്കയുടെ മനോഹാരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി. കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്ന് മണപ്പിക്കുക പോലും ചെയ്യാതെ അവൾ യുധിഷ്ഠിരന് നീട്ടി. ശേഷം വഴിക്കൊരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു പിടി സൗഗന്ധിക പൂക്കൾ തണ്ടുകളോടുകൂടി കിടക്കുന്നത് ഞാൻ കണ്ടു. നഷ്ടപ്പെട്ട സൗഗന്ധികങ്ങളെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് അടയാളപ്പെടുത്താനാവുക? എം.ടിയുടെ സാഹിത്യപര്യയിലെ ഒരു നാഴികക്കല്ലാണ് രണ്ടാമൂഴം. മഹാഭാരത കഥയുടെ കേവലം പുനർവായന എന്നതിലപ്പുറമുള്ള ആഴവും പരപ്പും ഈ കഥയ്ക്കുണ്ട്. മഹാഭാരത കഥയെ മറ്റൊരു കണ്ണിലൂടെ കാണുകയാണ് കഥാകാരൻ. ഭീമസേനന്റെ മാനസിക വ്യവഹാരങ്ങളിലേക്ക് വായനക്കാരനെ ആവാഹിച്ചുകൊണ്ട് ഹസ്തിനപുരത്തിലൂടെയും വനാന്തരങ്ങളിലൂടെയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലൂടെയുമൊക്കെ സഞ്ചരിക്കുകയാണ് എഴുത്തുകാരൻ. അതൊരനുഭവമാണ്. അമാനുഷിക സവിശേഷതകൾ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങളിലൂടെയുള്ള യാത്ര. നീതിശാസ്ത്രത്തിൻ്റെയും ന്യായാന്യായങ്ങളുടെയും പുനർവായന. അടിച്ചമർത്തപ്പെട്ടവരുടെയും അവർണരുടെയും നോവുകളെ തുറന്നുകാട്ടുന്ന സൂക്ഷ്മ ചിത്രീകരണം. സ്ത്രീപക്ഷ ചിന്തകളുടെ സരസമായ അവതരണം. മഹാഭാരത കഥ പോലെ വൈവിധ്യങ്ങൾ കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും ഉള്ളടക്കം കൊണ്ടും രണ്ടാമൂഴത്തിൽ എം.ടി. വായനക്കാരനെ ത്രസിപ്പിക്കുന്നുണ്ട്.